പുറപ്പാട് അധ്യായം 26. തിരുനിവാസത്തെ പിരിച്ച മഞ്ഞനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മൂടുശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി കിരൂബുകളുള്ളവയെ അവയെ ഉണ്ടാക്കണം. ഓരോ മൂടുശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും. ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരു അളവുമായിരിക്കണം. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. മറ്റേ 5 മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. ഇങ്ങനെ അണച്ചുണ്ടാക്കിയ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളിമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളിമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയിലുള്ള മൂടുശീലയുടെ വിളിമ്പിലും 50 കണ്ണി ഉണ്ടാക്കണം. കണ്ണി നേർക്ക് നേരെയായിരിക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കോണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ചിണക്കണം. തിരുനിവാസത്തിന്മേൽ മൂടുവിരിയായി കോലാട്ടുരോമം കൊണ്ട് മൂടുശീല ഉണ്ടാക്കണം. 11 മൂടുശീല വേണം. ഓരോ മൂടുശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും. ഇങ്ങനെ മൂടുശീല 11 ഒരു അളവായിരിക്കണം. 5 മൂടുശീല ഒന്നായും 6 മൂടുശീല ഒന്നായും അണച്ച് 6ാമത്തെ മൂടുശീല കൂടാരത്തിന് മുൻവശത്ത് മടക്കിയിടണം. ഇണച്ചുണ്ടാക്കി ഒന്നാമത്തെ വരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളിമ്പിൽ 50 കണ്ണിയും രണ്ടാമത്തെ വരിയുടെ മൂടുശീലയുടെ വിളിമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കണം. താമരം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചു കൊള്ളണം. മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിന് പിൻവശത്ത് തൂങ്ങി കിടക്കണം. മൂടുവിരിയുടെ മൂടുശീല ഇങ്ങനെ ശേഷിപ്പുള്ളത് ഇപ്പുറത്തൊരു മുഴവും അപ്പുറത്തൊരു മുഴുവൻ. ഇങ്ങനെ തിരുനിവാസം മൂടുന്നതിന് അതിന് 2 പാർശ്വങ്ങൾ തൂങ്ങി കിടക്കണം. ചുവപ്പ് ചാട്ടുകോട്ടും കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറമൂടിയും അതിന് മീതെ തവശുകൾ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കണം. തിരുനിവാസത്തിന് കതിരമരം കൊണ്ട് നികരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുംബം ഉണ്ടായിരിക്കണം. തിരുനിവാസൻ്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസൻ്റെ പലകകൾ ഉണ്ടാക്കണം. തെക്ക് വശത്തേക്ക് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് 40 ചൂട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചൂടും മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചൂടും. ഇങ്ങനെ 20 പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 ചൂട് ഉണ്ടാക്കണം. തിരുനിവാസൻ്റെ മറുപുറത്ത് വടക്ക് വശത്തേക്ക് 20 പലകയും ഒരു പലകയുടെ താഴെ 2 ചൂട്, മറ്റൊരു പലകയുടെ താഴെ 2 ചൂട്. ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചൂടും ഉണ്ടാക്കണം. തിരുനിവാസൻ്റെ മുൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാക്കണം. തിരുനിവാസൻ്റെ 2 വശത്തുമുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാക്കണം. അവ താഴെ ഇരട്ടിയായിരിക്കണം. ഇരട്ടത്തോ 1-ാം വലയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. രണ്ടിനും അങ്ങനെ തന്നെ വേണം. അവ 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചൂട്, ഒരു പലകയുടെ അടിയിൽ 2 ചൂട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 ചൂട്. ഇങ്ങനെ 16 വെള്ളിച്ചൂടും വേണം. കതിരമരം കൊണ്ട് അന്താഴങ്ങൾ ഉണ്ടാക്കണം. തിരുനിവാസൻ്റെ ഒരു ഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസൻ്റെ മറുഭാഗത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം. നടുവിലത്തെ അന്താഴം പലകയുടെ നടുവിലൊരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുന്നതായിരിക്കണം. പലക പൊന്നുകൊണ്ട് പൊതിയും അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കുകയും വേണം. അന്താഴങ്ങൾ പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചിരുന്ന പ്രമാണപ്രകാരം ഈ തിരുനിവാസം നിവർത്തണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി കിരൂബുകളുള്ളതായി അതിനുണ്ടാക്കണം. പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചൂടുമേൽ നിൽക്കുന്നതുമായ 4 കതിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടണം. കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടവൻ തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് വെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടവർക്ക് മീതെ കൃപാസനം വെക്കണം. തിരശ്ശീലയുടെ പുറമെ മേശയും മേശയ്ക്ക് എതിരെ തിരുനിവാസൻ്റെ തെക്ക് ഭാഗത്ത് നിലവിളക്കും വെക്കണം. മേശ വടക്ക് ഭാഗത്ത് വെക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ ഒരു മറയും കൂടാരത്തിൻ്റെ വാതിലിനും ഉണ്ടാക്കണം. അഭിഷേകയ്ക്ക് കതിരമരം കൊണ്ട് 5 തൂണുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം. അവയുടെ കൊളുത്ത് പൊന്നുകൊണ്ട് ആയിരിക്കണം. അവയ്ക്ക് താമ്രം കൊണ്ട് 5 ചുവടും വാർപ്പിക്കണം.